അപ്പോൾ നബിക്ക് ഇത് വല്ലാത്ത വിഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം ചെന്നത് ഭാര്യയുടെ അടുത്താണ്. ഭാര്യ ആ സന്ദർഭത്തിലൊരു നിർദ്ദേശം കൊടുക്കുകയാണ് പ്രവാചകൻ. അപ്പം കറി ഉണ്ടാക്കി അത് ഭർത്താവ് കഴിക്കുന്നത് വരെ ഓളം മനസ്സിലിങ്ങനെ ബേജാറായിരിക്കും. അതിലൊരല്പം ഉപ്പ് കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ഒരല്പം എന്തെങ്കിലും ഒരു അംശം കുറഞ്ഞു പോയാൽ അപ്പോൾ ഇയാൾ ചിലപ്പോൾ പല രീതിയിലായിരിക്കും പ്രതികരിക്കുക. പക്ഷേ ഒരു ചരിത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഹൃദ്യമായ ഒരു ചരിത്രമാണ് ഈ സന്ദർഭത്തിൽ പങ്കുവെക്കാനുള്ളത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഏട് നമ്മളിവിടെ പരിശോധിക്കുകയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യ സഹധർമ്മിണി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി എന്തുമാത്രം സ്നേഹത്തിലും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ മനോഹാരിതയും വ്യക്തമാക്കുന്ന ഒരു ചരിത്രം. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വരികയാണ്. ലക്ഷ്യം തൻ്റെ മോളെ കാണാനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മോളാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ. മകളെ കാണാനും മകളുടെ ക്ഷേമൈശ്വര്യങ്ങൾ സുഖവിവരങ്ങൾ അന്വേഷിക്കുവാനും ഒരു പിതാവ് എന്ന നിലക്ക് മകളുടെ വീട്ടിൽ വരികയാണ്. പ്രവാചകന്റെ വസതിയിൽ വരികയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ വീട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിക്കുന്നതിനിടക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ശബ്ദം ഒരല്പം ഉയർന്നുപോയി. സ്വാഭാവികമാണ്. ഇവരുടെ ശബ്ദത്തെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ശബ്ദം ഉയർന്നു. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടുന്നില്ല, പ്രതികരിക്കുന്നില്ല, ശബ്ദം താഴ്ത്താനൊന്നും പറയുന്നില്ല. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇത് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം മകളാണ്. മകള് തെറ്റ് ചെയ്യുമ്പോൾ ആദ്യം അതിന് പ്രയാസം ഉണ്ടാവുക വാപ്പക്കാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു പെരുമാറ്റ രീതിയിലുള്ള ഒരു തെറ്റ് മകളിൽ സംഭവിച്ചപ്പോൾ അത് വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ മകളെ വാത്സല്യത്തോടെ ഒന്ന് തിരുത്താൻ വേണ്ടിയിട്ട് കൈ ഒങ്ങാണ്. ആര്? വാപ്പ. പ്രവാചകന്റെ ശബ്ദത്തിന് മീതെ നീ ശബ്ദം ഉയർത്തുകയാണോ? അദ്ദേഹം നിന്റെ ഭർത്താവാണ്, അതിലുപരി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോഴാണ് തൻ്റെ ഭർത്താവ് രോഷാകുലനായി തൻ്റെ പിതാവ് രോഷാകുലനായി തന്നെ അടിക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ തിരുത്താൻ വരുന്നുണ്ട് എന്ന് ആര് കാണുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാണുന്നത്. പക്ഷെ അവർ ആ സന്ദർഭത്തിൽ ചെയ്തൊരു കാര്യം, തൻ്റെ പിതാവിൽ നിന്നും സംരക്ഷണത്തിന് വേണ്ടി അവർ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിലാണ്. അപ്പം ഞാൻ ആരോടാണോ ഉച്ചത്തിൽ സംസാരിച്ചത്, ആരോടാണോ ദേഷ്യപ്പെട്ട് സംസാരിച്ചത്, ആ കാരണത്താൽ തനിക്ക് കിട്ടുന്ന അടിയിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ ആ ആളുടെ പുറകിൽ തന്നെ പോയി ഒളിക്കുക. എന്തൊരു മനോഹരമാണ്. ശരിക്കും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവ് തന്നെ ഏതവസരത്തിലും സംരക്ഷിക്കും. തൻ്റെ ഭർത്താവിൻ്റെ സംരക്ഷണം തനിക്ക് കിട്ടും. അത് ഞാൻ അദ്ദേഹത്തെ വഴക്കു പറഞ്ഞ അവസരത്തിലാണെങ്കിൽ പോലും, അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിച്ച അവസരത്തിലാണെങ്കിൽ പോലും, ഞാൻ കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിച്ച അവസരത്തിലാണെങ്കിൽ പോലും അദ്ദേഹം എൻ്റെ കൂടെ നിൽക്കും, എനിക്ക് സംരക്ഷണം നൽകും എന്ന ഒരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ഏതൊരു ഭാര്യയും ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ, ഒരു സുരക്ഷിതത്വ ബോധം സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടണം. മറ്റെന്തോ ആയിക്കൊള്ളട്ടെ, മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ ഭൗതികമായ ദുനിയവിയായ മറ്റു പല താല്പര്യങ്ങളും ആഗ്രഹങ്ങളും, അത് വേണം ഇത് വേണം എന്നൊക്കെ ഉണ്ടാകാം. പക്ഷെ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവിൽ നിന്ന് അവൾ പ്രതീക്ഷിക്കുന്നത് അതെന്താണ്? കംപ്ലീറ്റ് പ്രൊട്ടക്ഷനാണ്. പരിപൂർണമായ സുരക്ഷിതത്വ ബോധം. ഏതവസരത്തിലും ഏതു പ്രയാസത്തിലും എന്നെ സംരക്ഷിക്കും എൻ്റെ ഭർത്താവ് എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യമാണ് യഥാർത്ഥത്തിൽ ഒരു ഭാര്യക്കുണ്ടാകേണ്ടത്. അങ്ങനെ കിട്ടുന്നുണ്ട് എങ്കിൽ, എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് അത്തരത്തിലൊരു സുരക്ഷിതത്വ ബോധം എനിക്കുണ്ട്, ആ ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് കിട്ടും എന്നൊരു പെണ്ണ് മനസ്സിലാക്കുകയാണെങ്കിൽ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം
അവളുടെ എല്ലാം അവളുടെ ഭർത്താവായിത്തീരും. അതെ, അവളുടെ സ്വർഗം ഭർത്താവായിത്തീരും. അതെ, അപ്പോഴാണ് അവൾക്ക് അവളുടെ ഭർത്താവിൽ ആ ഖുറത്വഅയ്ന് കൺകുളിർമ കാണാൻ കഴിയുക. ഇതിൽ നമ്മൾക്ക് പിന്നെ മനസ്സിരുത്തേണ്ടുന്ന ഒരു സുപ്രധാനമായ 1-2 കാര്യങ്ങൾ അതിന് കൂടെ ആഡ് ചെയ്യേണ്ടത്. ഒന്നാമത്തത് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, അതായത് പിന്നെ എനിക്ക് തണലായി താങ്ങായി ഭർത്താവുണ്ട് എന്ന് പറയുമ്പോഴാണ് സാധാരണ കുട്ടികളോടൊക്കെ നമ്മൾ പറയാറുണ്ട് എന്ത്, അതായത് പിന്നെ തണലുണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക, ക്ഷീണം കൂടുക. അതായത് ഒരു തണലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യൂല, ക്ഷീണിച്ചിട്ടും കാര്യമില്ലല്ലോ, എവിടെയും കയറി നിൽക്കാനൊരു സ്ഥലമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിന് നല്ല തണലുണ്ടെന്ന് വിചാരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒന്നൊന്ന് വിശ്രമിച്ച് പോകാമെന്ന് പറയും. ഇതേപോലെ നമുക്ക് വീട്ടിലൊരു പിതാവുണ്ട്, അതേപോലെ തന്നെ ഒരു ഭർത്താവുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ക്ഷീണം കൂടുക ചെയ്യുക. അപ്പം നമ്മളുടെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വേള ദീന് പറഞ്ഞ അതിർവരമ്പുകളെ മുറിച്ചു കടക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ സമാനമായിട്ടുള്ള അനുഭവം ഭർത്താവിൻ്റെ മുകളിൽ സംസാരിക്കുന്ന സ്ത്രീകൾ. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് ആ ഒരു അവസരത്തിൽ ഭർത്താവ് എന്താണ്, ഒരു ഡമ്മി ആയിട്ട് മാറുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം വെച്ച ഒരു നിർദ്ദേശം എന്ന് ഒരിക്കലും ഭർത്താവിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ പാടില്ല. മാത്രമല്ല അത് പിന്നെ ഒരു സ്ഥാനത്തെ നമ്മൾ കുറച്ച് കാണിക്കുക, എന്തോ ആയിക്കൊള്ളട്ടെ, ചിലപ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല, വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. തീർച്ചയായും ഹസൻ അൻസാരിയുടെ ആ ഒരു അഭിപ്രായങ്ങൾ വളരെ വിലയേറിയ അഭിപ്രായങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ ഭർത്താവിന് അഭിപ്രായങ്ങൾ നൽകുന്നത്, വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകുന്നത് ചിലപ്പോൾ ഭാര്യയായിരിക്കും. അതെ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട മനോഹരമായ മറ്റൊരു രംഗമുണ്ടല്ലോ. ഹുദൈബിയ സന്ധി വരുന്ന ആ ഒരു സന്ദർഭം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടുന്നത് ആ ഒരു പരിശുദ്ധ കഅബയിൽ ചെന്ന് ഉംറ നിർവഹിക്കണം എന്ന അതിയായ ആഗ്രഹത്തിലാണ്. അപ്പോൾ അവർ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ കൂടിയാണ് അവർ പുറപ്പെടുന്നത്. പക്ഷേ ഹുദൈബിയയിൽ വെച്ച് തടയപ്പെടുന്നതും പ്രവേശിക്കാൻ അനുമതി കിട്ടാതിരിക്കുകയും അവിടെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി ഹുദൈബിയ സന്ധി നടത്തിയതിനു ശേഷം നബി എന്ത് കരുതി, ഇനി തഹല്ലുലാകാം, ഇഹ്റാമിൽ നിന്ന് ഒഴിവാകാം, അങ്ങനെ എല്ലാവരോടും പറഞ്ഞു. പക്ഷെ ആരും കൂട്ടാക്കുന്നില്ല. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയൊരു ബേജാറുണ്ടായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വാക്ക് എന്തുകൊണ്ട് ആളുകൾ, അദ്ദേഹം പറഞ്ഞ വാക്കിനെ സ്വീകരിക്കാതിരിക്കല്ല സ്വഹാബത്ത് ചെയ്തത് ആ സന്ദർഭത്തിൽ. കാരണം അവരണിഞ്ഞ വസ്ത്രം ഊരിയാൽ ഇബാദത്ത് മുടങ്ങിപ്പോ, അവർ അത്രയും പ്രതീക്ഷയിലും സന്തോഷത്തിലും അല്ല നമ്മൾ അവിടെ ചെല്ലുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി നോക്കാന്ന് കരുതി അവരിങ്ങനെ കാത്തിക്കാണ്. നബി പറഞ്ഞ ഉടനെ തഹല്ലുലാവാതെ. അപ്പോൾ നബിക്ക് ഇത് വല്ലാത്ത വിഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം ചെന്നത് ഭാര്യയുടെ അടുത്താണ്. നബിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു അടുത്ത്. അപ്പോൾ ഭാര്യ ആ സന്ദർഭത്തിലൊരു നിർദ്ദേശം കൊടുക്കുകയാണ് പ്രവാചകൻ. ആ നിർദ്ദേശമാണ് ആ ഒരു അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുണയാകുന്നു. വലിയൊരു അഭിപ്രായം. അതേപോലെ തന്നെ സമാനമായ സംഭവമാണല്ലോ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ വരുന്നത്. അതായത് ജിബ്രീലിനെ കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചരണ്ട് ചെല്ലുകയാണല്ലോ. എവിടേക്കാണ് ചെല്ലുന്നത്? ഭാര്യയുടെ അടുക്കലേക്കാണ്. സമ്മിലൂനി ഖദീജ എന്ന് പറഞ്ഞിട്ട്, എന്നെ പുതപ്പിട്ട് മൂടുമെന്ന് പറഞ്ഞിട്ട് ചെന്ന് ഒരു ആശ്രയമായിട്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ പോലും നമ്മളുടെ ഒരു പ്രവർത്തനം കൊണ്ട് ഭർത്താവിൻ്റെ അംഗീകാരത്തിന് കോട്ടം വരരുതേ എന്നുള്ളതിന് ഒരു ഷാഢ്യം നമുക്ക് വേണം. അത് നമുക്ക് മൊത്തത്തിലൊരു നെഗറ്റീവ് മാർക്കാണ് കിട്ടുക. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവനല്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭർത്താവിന് നേട്ടമാണോ കോട്ടമാണോ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ അത്രയും സൗഹൃദപരമായിട്ടായിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ചിലപ്പോൾ ഭർത്താവിന് പോലും ആ ഒരു വിഷയം ഉണ്ടാവില്ല. പക്ഷെ പുറത്തു നിന്ന് നോക്കിക്കാണുന്ന രൂപം, നമുക്ക് മാർക്കിടുന്ന രൂപം, നമ്മുടെ കുടുംബത്തിന് കിട്ടുന്ന മാർക്ക് അത് നെഗറ്റീവ് ആയിരിക്കും എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങൾ അത്തരത്തിലുണ്ട്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഒന്നാണല്ലോ കുടുംബം. നമ്മളിവിടെ സൂചിപ്പിച്ചത് ഇപ്പോൾ ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് ധാരാളം കടമകളും കടപ്പാടുകളും ഉണ്ട്. പക്ഷെ അതോടൊപ്പം ഭർത്താവ് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഭാര്യയുടെ പരിപൂർണ സുരക്ഷിതത്വം എൻ്റെ കരങ്ങളിലാണ് എന്ന് പൂർണ്ണ ബോധ്യമുള്ളവനാകണം ഭർത്താവ്.
അത് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്കത് തിരിച്ചറിയുകയും വേണം. അതെ. എൻ്റെ ഏതു ഘട്ടത്തിലും അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടാകും, എൻ്റെ കൂടെ തണലായി താങ്ങായിട്ടുണ്ടാകും എന്ന ഒരു വിശ്വാസം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ശബ്ദമുയർത്തേണ്ടുന്ന ഒരു ഘട്ടത്തിൽ പോലും, അങ്ങനെ ആ ഒരു പ്രയാസകരമായ സമയത്ത് പോലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വാപ്പയിൽ നിന്നും രക്ഷപ്പെട്ട് പേടിച്ചോടുന്നത് നബിയുടെ പുറകിലേക്കാണ്. അപ്പം നബി എന്നെ സംരക്ഷിക്കുന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പം നമ്മൾക്കും അങ്ങനെ ഒന്നും ഉണ്ടാകണം. പ്രത്യേകിച്ച് വളരെ പലപ്പോഴും ഇത് നമ്മുടെ ഒന്നും കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ വസ്തുതയാണ്. ഇപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ വളരെ പ്രയാസപ്പെട്ട് വീട്ടിലൊരു കറി ഉണ്ടാക്കി. അപ്പം ആ കറി ഉണ്ടാക്കി അത് ഭർത്താവ് കഴിക്കുന്നത് വരെ അവളെ മനസ്സിലിങ്ങനെ ബേജാറായിരിക്കും. അതിലൊരല്പം ഉപ്പ് കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ഒരല്പം എന്തെങ്കിലും ഒരു അംശം കുറഞ്ഞു പോയാൽ അപ്പോൾ ഇയാൾ ചിലപ്പോൾ പല രീതിയിലായിരിക്കും പ്രതികരിക്കുക. പക്ഷേ അതിനപ്പുറം അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം, ഇപ്പോൾ കറിയെ സംബന്ധിച്ച അഭിപ്രായം എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞാലും അതിലെന്നെ അനാവശ്യമായി പ്രതി ചേർക്കാതെ എൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ സാരല്ല, അത് കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കിയാൽ മതി എന്നാൽ ഇതൊക്കെ പറയാൻ എളുപ്പമായിരിക്കും, കേൾക്കാനും എളുപ്പമായിരിക്കും. പക്ഷെ അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നിടത്താണ് യഥാർത്ഥത്തിൽ വിജയമുള്ളത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൻ്റെ ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്വഭാവ ഗുണങ്ങളുണ്ട്. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവിൽ നിന്ന് അവൾ ആഗ്രഹിക്കുന്നത് 1, 2, 10, 100 എത്രയായാലും ആദ്യമായും അവസാനമായും കംപ്ലീറ്റ് പ്രൊട്ടക്ഷനാണ്, സുരക്ഷിതത്വം എൻ്റെ ഭർത്താവിൽ നിന്നും കിട്ടണം എന്ന ഒരു ആഗ്രഹമാണ് അവൾക്കുള്ളത്. അങ്ങനെയാകുമ്പോഴാണ് അവൾക്ക് അവൻ സ്വർഗമായി തീരുകയുള്ളൂ, അവൾക്ക് അവൻ ഖുറത്തുഅയ്നായി തീരുകയുള്ളൂ. തിരിച്ചും അദ്ദേഹത്തിന് നന്മകളും മറ്റും അവൾക്ക് ചെയ്യാൻ തോന്നുകയുള്ളൂ. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള വളരെ മനോഹരമായ ഒരു സംഭവമാണ് ഇന്ന് പങ്കുവെക്കാൻ കഴിഞ്ഞത്.